തങ്ങൾ പറഞ്ഞത് ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ലോകമാണ് തറവാട് വസുദൈവ കുടുംബകം, ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും. ഹിന്ദു രാജ്യം ഹിന്ദുവിന്റെ, ഇന്ത്യ രാജ്യം ഹിന്ദുവിന്റേത് എന്നതല്ല, പാകിസ്ഥാൻ മുസ്ലിമിന്റേത് എന്നതല്ല. ആകാശഭൂമികൾ പടച്ചത് ലോകത്തിന്റെ തമ്പുരാനാണ്. മനുഷ്യനാണ് പകത്ത് മാറ്റിയത്, മനുഷ്യനാണ് വേർപെടുത്തിയത്, മനുഷ്യനാണ് തീവ്രവാദം പ്രചരിപ്പിച്ചത്. മതഗ്രന്ഥങ്ങളിൽ തീവ്രവാദമില്ല, മതഗ്രന്ഥങ്ങളിൽ ഭീകരവാദമില്ല, മതഗ്രന്ഥങ്ങളിൽ തമ്മിൽ തല്ലാൻ പഠിപ്പിക്കുന്നില്ല, മതഗ്രന്ഥങ്ങൾ മദ്യപാനം അനുവദിച്ചിട്ടില്ല, മതഗ്രന്ഥങ്ങൾ വ്യഭിചാരം അനുവദിച്ചിട്ടില്ല, മതഗ്രന്ഥങ്ങളിൽ അനാവശ്യമായ അധാർമിക പ്രവണതകൾക്ക് ചുക്കാൻ പിടിക്കാൻ മതം പറഞ്ഞിട്ടില്ല. മനുഷ്യന്റെ ചിന്തകളെ കൺട്രോൾ ചെയ്ത ദൈവിക മതം വേദഗ്രന്ഥം, അതാണ് വിശുദ്ധ ഖുർആൻ. ലോകത്തൊരുപാട് വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങളുടെ താളുകളിലൂടെ കടന്നുപോയാൽ ഒരു വസ്തുതയിലേക്കാണ് നമ്മെ എല്ലാവരെയും കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ മനുഷ്യവാസമില്ലാത്ത ഒരു കാലഘട്ടം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബസ് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പിന്റെ പരിസരങ്ങളിൽ സംസാരിക്കുന്ന പലരോടും വിനീതമായി, നിങ്ങൾ നിൽക്കുന്ന ബസ് കാത്തു നിൽക്കുന്ന കുറഞ്ഞ സമയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വോട്ട് ചോദിച്ചുകൊണ്ടല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, അധികാരത്തിന്റെ സോപാനങ്ങൾ കണ്ടുകൊണ്ടല്ല ഈ പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് കൃത്യമായി മനുഷ്യന്റെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും മരണത്തോടുകൂടി ജന്തുക്കളെ പോലെ ഒന്നും കുടിച്ചും ഭോഗിച്ചും ഭ്രമിച്ചും മരിച്ചു പോകുന്നതല്ല മനുഷ്യന്റെ ജീവിതം എന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മതവിശ്വാസികൾ. മതം മനുഷ്യനെ പഠിപ്പിച്ചത് നിന്നോട് ചോദിക്കാതെ, നിന്നോട് പറയാതെ, ഞങ്ങളറിയാതെ നിങ്ങൾക്കൊരു ജീവിതം നൽകി. ആ ജീവിതം നൽകിയ സൃഷ്ടാവ് നിങ്ങളെ മരിപ്പിക്കും. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് മഹാഭാരത യുദ്ധ പശ്ചാത്തലത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞ വാക്കുകൾ. മറുഭാഗത്ത് ദ്രോണാചാര്യ, ഭീഷ്മാചാര്യ, കവചകുണ്ടലും അനുഗ്രഹമായി ലഭിച്ച കർണൻ അവർക്ക് ഉണ്ടായിരിക്കെ ഞാൻ കുടുംബങ്ങളോട്, എന്റെ സുഹൃത്തുക്കളോട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് അർജുനനോട് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, അർജുന നീ ക്ഷത്രിയന്. ക്ഷത്രിയ ധർമ്മം അച്ഛനമ്മമാരെ നോക്കി നിർവഹിക്കപ്പെടാനുള്ളതല്ല, ധർമാധർമ്മ പോരാട്ടമാണ്. യഥോ ധർമ്മസ്മൃതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്നതാണ് ഭഗവത്ഗീതയുടെ ആകത്തുക. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ സംസ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളാണ്. എവിടെ ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നുവോ, എവിടെ സാധുക്കളെ ഉപദ്രവിക്കുന്ന ദുഷ്ടജനങ്ങൾ ഉണ്ടാകുന്നുവോ അവരെ നിഗ്രഹിക്കുവാനും സാധുക്കളെ സംരക്ഷിക്കുവാനും യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു എന്ന് വേദം പഠിപ്പിക്കുകയാണ്. അപ്പൊ ധർമ്മമുണ്ടാകണം, ന്യായമുണ്ടാകണം. ഇന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നതിനെ കുറിച്ചാണ്. മാനഭംഗം ചെയ്യപ്പെടുന്ന പിഞ്ചുപൈതങ്ങളുടെ ദീനരോധനങ്ങൾ കേൾക്കാത്ത ഒരു പ്രഭാതം പോലും ഇന്ത്യയുടെ മണ്ണിൽ, വിശിഷ്ട കേരളത്തിന്റെ മണ്ണിലില്ല എന്നുള്ളതാണ് ഖേദകരമായ യാഥാർത്ഥ്യം. 1.5 വയസ്സുള്ള പെൺകുട്ടിക്ക് പോലും മുറ്റത്ത്, അല്ലെങ്കിൽ 2 വയസ്സുള്ള കുഞ്ഞിന് പോലും കൊലായിരിക്കാൻ സാധിക്കാത്ത ദാരുണമായ ദുരന്തപൂരിതമായ ഒരവസ്ഥാവിശേഷമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് എവിടെ പരിവർത്തനമുണ്ടാകണം എന്ന് വിചാരിക്കുന്നുവോ സ്വയം മാറ്റത്തിന് സന്നദ്ധമാകുന്ന ഒരു ജനപദത്തെ എത്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് മതം ഏറെ പ്രസക്തമാകുന്നത്. മതം പഠിച്ചവർക്കറിയാം, മതം ശരിക്കും മനസ്സിലാക്കിയവർ അറിയാം, മതം കലാപമല്ല, മതം വർഗീയതയല്ല, മതം തീവ്രവാദമല്ല, മതം ശാന്തതയാണ് ലോകത്തിന് സമ്മാനമായി നൽകിയത്. മതം പഠിക്കാൻ സന്നദ്ധതയുണ്ടോ? അത് വളരെ പ്രധാനമായ ചിന്തയാണ്. എല്ലാവരും അറിയും വ്യത്യസ്ത ദൈവങ്ങളുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കായംകുളത്ത് വെച്ച് 3 പ്രബല മതങ്ങളുടെ മഹാസമ്മേളനത്തിൽ സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഫാദർ കോശി പ്രസംഗിച്ചു, ഒന്നാമതായി ലോകത്തിനൊരൊറ്റ സൃഷ്ടാവേ ഉള്ളൂ. നോക്കൂ, ആകാശമേലാപ്പ് നോക്കൂ, സൂര്യന്റെ കിരണങ്ങൾ നോക്കൂ, ആരെല്ലാം സംവിധാനിച്ചു. നരവംശ ശാസ്ത്രജ്ഞന്മാർ വളരെ കാതലായി പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടാകുന്നതിന് മുമ്പ് ആകാശമുണ്ട്, ഭൂമിയുണ്ട്, സർവ്വചരാചരങ്ങളുണ്ട്, സാഗരമുണ്ട്, കാട്ടാറുകളുണ്ട്, കാനനങ്ങളുണ്ട്, കാനനങ്ങൾ ഉയർത്തിക്കുന്ന സിംഹങ്ങളുണ്ട്, ആ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഓടി വിളിക്കുന്ന മാൻപാടുകളുണ്ട്. ഏതൊരാൾക്കും ചിന്തിക്കാം, ബാലനും സുരേന്ദ്രനും ദേവനും ദേവകിയും എല്ലാം ആലോചിക്കാം.
അഷ്റഫിനും അബ്ദുൽ ഖാദറിനും ആലോചിക്കാം. മനുഷ്യവാസമില്ലാത്ത കാലത്ത് ഭൂമി ഉണ്ടെങ്കിൽ അത് ശ്രീരാമനാണ് സൃഷ്ടിച്ചതെന്ന് പറയാൻ ബുദ്ധിയുള്ള ഒരാൾക്കും സാധിക്കില്ല. മുഹമ്മദ് നബിയാണ് ആകാശഭൂമികളെ സംവിധാനിച്ചതെന്ന് പറയാൻ ബുദ്ധിവർക്ക് ചെയ്യുന്ന ഒരാൾക്കും സാധ്യമല്ല. കാരണം മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് ദശരഥ മഹാരാജാവിന്റെ പുത്രനായി പുത്രകാമേട്ട് യാഗം നടത്തി യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഖമുനി പായസാന്നം നൽകി കൈകേയി കൗസല്യ സുമിത്ര മൂവരും ഗർഭം ധരിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുമ്പോൾ ആകാശമുണ്ട്, ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, കാട്ടാറുകളുണ്ട്. ഏകകോശ ജീവിയായ ഹമീബ് മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമെങ്കിലും വരെയുണ്ട്. എങ്കിൽ മാധവ ആകാശഭൂമികളെ സൃഷ്ടിച്ചതാര്? ശ്രീകൃഷ്ണൻ എന്ന് പറയാൻ ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ഭൂമുഖത്തേക്ക് ഭൂജാതനാകുന്നത്. അഥവാ ദേവകിക്ക് 7 മക്കൾ ഉണ്ടായതിനു ശേഷം 8ാമത്തെ പുത്രൻ. അതുകൊണ്ടാ വേദം പറഞ്ഞത്, എന്തു പറഞ്ഞത്? ഏകം സപ്തകുതാഭിപ്രാപതന്തി യോ ദേവാനാം നാമധായേവ യക്ഷുശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി സമുപാസ്യതേ യശ്രോത്രേണ ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി സമുപാസ്യതേ. കേനോപനിഷത്തിലെ 6-7 വചനങ്ങളാണ്. കേനോപനിഷത്ത് പറയുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്നതൊന്നും ദൈവമല്ല. ഏതൊരു പ്രതിമയുടെ മുമ്പിൽ, ഏതൊരു ഖബറിന്റെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കുന്നുവോ അതൊന്നും ദൈവമല്ല. മറിച്ച് ദൈവം ആകാശഭൂമികളെ സംവിധാനിച്ചതിന് എല്ലാ വൃക്ഷലതാദികളെയും, എല്ലാ ജന്തുലോകങ്ങളെയും, എല്ലാ പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളെയും സംവിധാനിച്ച മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ അവനാണ്. ലോക തമ്പുരാൻ അവനാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനരെയും ബൗദ്ധനെയും മതമുള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാം സൃഷ്ടിച്ചതവനാണ്. അവനാണ് റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ തമ്പുരാൻ. ലോകത്ത് നിങ്ങൾ നോക്കൂ, മതം ശരിക്കും ആചരിച്ച എല്ലാ നാടുകളിലും സമാധാനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറയാം, ഒരുപാട് അറബ് രാജ്യങ്ങളുണ്ട്. ഒരുപാട് അറബ് രാജ്യങ്ങൾ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതിലൊന്നാണ്. ദുബൈയും ഷാർജയും അതുപോലെ അബുദാബിയും എല്ലാം ഉൾക്കൊള്ളുന്ന എമിറേറ്റ്സ്, അതുപോലെ തന്നെ ബഹ്റൈൻ, അതുപോലെ തന്നെ കുവൈറ്റ്, ഇതെല്ലാം ഈ രാജ്യങ്ങളെ എല്ലാം അപേക്ഷിച്ച് സൗദി അറേബ്യ ലോകത്ത് കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ രാജ്യമാണ്. ലോകത്ത് കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതെന്ന ചോദ്യത്തിന് അത് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നുള്ളതാണ്. എന്തുകൊണ്ട്? സൗദി അറേബ്യ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കുറവായി അതിന്റെ ഭരണഘടന വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചെവിയുമാണ്. എവിടെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചെവിയും യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കപ്പെട്ടുവോ സൗഖ്യപൂർണമായിരുന്നു ആ നാട്. അതുകൊണ്ടാണ് സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ പടപൊരുതിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധി പറഞ്ഞത്, സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം അത് ഉമറിന്റെ ഭരണമാണ്. ചുമ്മാ പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞതല്ല, ചരിത്രം പിടിക്കാതെ പറഞ്ഞതല്ല. എന്തുകൊണ്ട്? 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏക ആത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച് നീതിയുടെ കാവലാറായി ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും സുന്ദരമായ നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്തെ ഭരിച്ചത് ഈ പ്രവാചകൻ തന്നെയായ. ലോകത്ത് നീതി പുലരണം. ലോകത്തൊരു പെൺകുട്ടിയും പീഡിപ്പിക്കപ്പെടരുത്. ഇതാരക്ഷരി കൗമാരെ ഭർത്തരോരക്ഷരി യൗവനെ പുത്രോരക്ഷരി വാർദ്ധക്യെ രക്ഷംദിച്ചവരെ പുത്ര നസ്രീ സ്വാതന്ത്ര്യമർഹിനി എന്ന് മനുസ്മൃതി ചുമ്മാ പറഞ്ഞതല്ല. എന്ത്? പിതാവിന്റെ സംരക്ഷണത്തിൽ കഴിയേണ്ടവളാണ് പെണ്ണ്, ഭർത്താവിന്റെ സംരക്ഷണത്തിൽ കഴിയേണ്ടവളാണ് പെണ്ണ്, മകന്റെ പുത്രന്റെ സംരക്ഷണത്തിൽ കഴിയേണ്ടവളാണ് പെണ്ണ്. പിതാരക്ഷരി ധോമാരെ കാമുകോരക്ഷരി യൗവനെ എന്നൊരു പരാമർശം വേദഗ്രന്ഥത്തിലില്ല. കോളേജുകളിൽ നടക്കുന്ന അരാജകത്വങ്ങൾ എമ്പാടുമാണ്. ഞാൻ ഇന്നലെ ട്രെയിനിൽ രാവിലെ യാത്ര ചെയ്യുമ്പോൾ ഉന്നതമായ കേരളത്തിലൊരു കോളേജിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അവർ വിവാഹിതരല്ല, പക്ഷേ വിവാഹിതരെ പോലെ അവർ ആരെങ്കിലും ചെയ്യുന്നു, അവർ കെട്ടിപ്പിടിക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു. അതുപോലെ ട്രെയിനിൽ അവർ പാടുന്നു, ആടുന്നു. എന്റെ കാരണം മിക്ക പെൺകുട്ടികളും വിവാഹിതരാകുന്നതിന് മുമ്പ് ഗർഭം ധരിക്കുന്നു എന്ന ഖേദകരമായ കാഴ്ച. ഒരു പെണ്ണിന്റെ സൗഭാഗ്യം അവരുടെ ശരീരമാണ്. അത് സമർപ്പിക്കേണ്ടത് 4 ആളുകളുടെ മുമ്പിൽ തന്നെ ഏറ്റെടുത്ത ഭർത്താവിന്റെ മുമ്പിലാണ്. 1000 ആളുകളുടെ മുമ്പിൽ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നവളെ മാന്യതയുള്ള പെണ്ണ് എന്ന് വിളിക്കാൻ പറ്റില്ല. മനസ്സുണ്ടെങ്കിലും അവൾ വ്യഭിചാരിയാകുന്നു എന്നതാണ് ലോകത്തിന്റെ ഏറ്റവും വൃത്തികെട്ട ഇന്നത്തെ അനുഭവങ്ങൾ. മാറണം, ലോകം മാറേണ്ടതുണ്ട്. വിഷവാദമേൽക്കാത്ത നാടുവിട മക്കളെ എന്ന കവിയുടെ ചോദ്യം അർത്ഥഗർഭമാണ്. എല്ലാവരും നശിച്ചിരിക്കും.
ചാനലുകളുടെ പിന്നാലെ, സീരിയലുകളുടെ പിന്നാലെ, സിനിമകളുടെ പിന്നാലെ, മൊബൈലിന്റെ ദുരുപയോഗങ്ങളുടെ പിന്നാലെ അന്യനോട് മണിക്കൂറുകളോളം സംസാരിച്ച് ജീവിതത്തിന്റെ മോഹങ്ങളെല്ലാം നശിച്ചുപോയ ഒരു പുതിയ തലമുറ പുകവലിച്ചും പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിലേക്ക് വിട്ടും പെത്തലിനും ബ്രൈഷറും അടിച്ചും ശരീരത്തിന്റെ ശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു ജനത ഇന്നെങ്ങാനും ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനിവൽക്കരണത്തിന് വിധേയമാക്കിയാൽ ലോകം അവസാനിക്കുന്നതുവരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ടാവില്ല. കാരണം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ നെഞ്ചുക്കുള്ള, മയക്കുമരുന്ന് അടിമപ്പെടാത്ത, മദ്യപിക്കാത്ത, ശേഷിയുള്ള കരബലമുള്ള ആൺകുട്ടികളില്ലാതെ പോയ രാജ്യമാണിത്. കോളേജുകളുണ്ട്, പ്ലസ് ടുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. പക്ഷെ അവിടെ മൊറാലിറ്റി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടിയായിരിക്കും 100% നമുക്ക് ലോകത്തിന് കൊടുക്കേണ്ടി വരിക. അതുകൊണ്ടാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കെ മൗലവിയും വക്കം മൗലവിയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കം മൗലവിയെ പോലെയുള്ള ആളുകൾ പടുത്തുയർത്തിയ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് MS. അതിന്റെ പ്രോത്സാഹനം